Welcome to Beyond Small Talk, a podcast where we will discuss about experiences, insights and challenges shared by people belonging to various industries. So today on our first episode here we have none other than a very young entrepreneur who is just 23 years old, who is the CEO of a company called Codidex Technologies. At a very young age, he was able to transform an idea into a successfully running tech startup. It is none other than Ziad Kunin. So let's talk to him and discuss more about his journey so far, and let's see what it truly takes to build a tech startup in today's world. So I hope people of this age group will find it useful and relatable. So let's not waste any more time. Let's get into a very candid, no fluff conversation. Let's go beyond small talk. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന് തുടങ്ങാം. ഓക്കെ, സോ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് സിയാദ്. ഞാൻ പാലക്കാട് ചെറുപ്പശ്ശേരിയിൽ നിന്ന് വരുന്നുണ്ട്. ഞാനൊരു കമ്പനിയുടെ IT പ്രൊഫഷണൽ കമ്പനിയുടെ ഒരു CEO ആണ്. എൻ്റെ കമ്പനിയുടെ നെയിം കോഡിഡസ് ടെക്നോളജീസ്. നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്. കറൻറ്റ്ലി ഇപ്പോൾ ഇത്ര വർക്ക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു ഇൻട്രോ എന്നുള്ളത്. ഓക്കെ, സോ കോഡിഡെക്സ് അല്ലേ? യെസ്. ഈ കോഡിഡെക്സ് എന്ന കമ്പനിക്ക് പേരിടാൻ കാരണം? എന്നോട് കുറേ ആൾക്കാരെ ചോദ്യം ചോദിച്ച്, ഈവൻ ക്ലയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലയൻസ് ആയിക്കോട്ടെ, ക്ലയൻസിനോട് നമ്മൾ പറയുന്ന മറുപടി പറയണത്, അവർ നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾ ഇപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോക്ക് ക്ലയൻസിനോട് ചോദിക്കുക. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് കോഡിഡെക്സ് എന്നുള്ള സ്ഥലം. അപ്പോൾ ഞാൻ അവരോടും ചോദിക്കണം അതേ ചോദ്യം തന്നെ നിങ്ങളോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പേര് കേട്ട് തോന്നുന്നത്? കോഡിഡെക്സ് എന്ന് പറയുമ്പോൾ കോഡിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ പരിപാടിയാണ്. എക്സാക്ട്, അതന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ റിലേറ്റഡ് കോഡിംഗ് ആണ്. ഈവൻ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ക്രിയേറ്റ് ചെയ്യുന്നത് ഫുള്ളി കോഡ് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറേ കുട്ടികൾ വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് പഠിക്കാനായിട്ടും ലേണിങ് ചെയ്യാനും, അതേപോലെ തന്നെ അവർക്ക് എക്സ്പീരിയൻസിനും കൂടുതൽ ഹൈ സാലറിക്കും വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ ഒരു കോഡിഡെക്സ് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ആ പേര് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്. വെറും ഒരു 22 വയസ്സിൽ എങ്ങനെയാണ് ഒരാൾ പെട്ടെന്ന് സ്കൂൾ പഠിച്ചിറങ്ങി ഓക്കെ നാളെ തൊട്ട് ഞാൻ ഇനി ഒരു കമ്പനി തുടങ്ങാം, അപ്പം ഇനി ഞാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുക ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാനൊരു കമ്പനിയുടെ CEO ആണ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടറാണ്, എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ ഇത്ര പെട്ടെന്ന്? നമ്മളിപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഒരു കഴിഞ്ഞ 2024 ഫെബ്രുവരി ഒരു ഫസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ഇക്ബാൽ, ഷാജഹാൻ, പ്രവീൺ, ദെൻ ഫർസാൻ. അപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സാണ്. അതേപോലെ പാർട്ട്നേഴ്സ് പുറമെ ഫ്രണ്ട്സും കൂടിയാണ്, ഡെവലപ്പേഴ്സാണ്, ഡിസൈനേഴ്സാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നോക്കി നമുക്ക് എന്താണ്, ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഈവൻ ഞാനായിക്കോട്ടെ, ഇക്ബാൽ ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ. അപ്പോൾ അവരൊക്കെ നോക്കിയിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു. ഞങ്ങൾ തന്നെ ഇങ്ങനെ റൂമിലിരുന്നിട്ടും, ഇപ്പോൾ ഞാൻ വേറെ ഹോസ്റ്റലിലായിരുന്നു, നമ്മൾ എറണാകുളം പഠിച്ചു. ഞങ്ങളെല്ലാവരും ഡിഗ്രി കല്ലടി കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി ഗ്രാജുവേറ്റഡാണ് എല്ലാവരും. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെ നോക്കി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തുകൂടെ. ഇപ്പോൾ ഇക്ബാൽ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും, ഷാജഹാൻ ആയിക്കോട്ടെ, എല്ലാവരും, ഞാൻ അങ്ങനെ പേരെടുത്ത് പറയണതല്ല, അവർക്ക് എല്ലാവർക്കും തോന്നി നമുക്ക് സ്വന്തമായിട്ടും തുടങ്ങിക്കൂടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ട് തുടങ്ങിയൊരു കമ്പനിയാണ് കോഡിഡസ് ടെക്നോളജീസ് എന്നുള്ളത്. കൊള്ളാം, വെരി ഇൻസ്പയറിങ് ആക്ച്വലി. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ സാധാരണ നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ട് കൂടിയിരിക്കുമ്പോൾ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പറയും നമുക്കൊരു ചായക്കട തുടങ്ങിയാലോ. അങ്ങനെ പറയാതെ എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടാവുന്നത്. എല്ലാവരും കോളേജ് പഠിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളത് പറയുക മാത്രമല്ല, യു വെൻറ്റ് എഹെഡ് വിത്ത് ദ പ്ലാൻ. നിങ്ങൾ ആക്ച്വലി അത് തുടങ്ങിയിട്ട് ഒരു 1 ഇയറും ആയി. സോ ഈ ഒരു 1 ഇയർ നാം ഷുവർ നിങ്ങൾക്ക് കുറേ ക്ലയൻറ്റുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ്, ടീമിനെ മാനേജ് ചെയ്യണ കുറേ കാര്യങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും. ടോപ്പായിട്ട് ഓർമ്മ വരുന്ന ഒരു 2-3 കാര്യങ്ങൾ, ബിഗ്ഗസ്റ്റ് ലെസൺസ് എന്തൊക്കെയാണ്? ഓക്കെ, അങ്ങനെയൊന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനാവും ക്ലയൻസിനോട് സംസാരിച്ച് ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് പറയുമ്പോൾ നല്ല ക്ലയൻസിനായിട്ട് സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഞാനൊരു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കായിക്കോട്ടെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ അവരോട് പറയും, ഓക്കെ സാർ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ക്ലയൻറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈവൻ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയണത് നമ്മൾക്കൊരു ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ പറയണത് എന്താ,
ഓക്കെ സാർ നമുക്ക് ഇതിലൂടെ കൂപ്പൺ കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളിപ്പോൾ ഒരു ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കുറെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കും. ഈ ട്രസ്റ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അതിനെന്തെങ്കിലും പഠിച്ചോ? ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും നമുക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നിന്ന് കുത്തുക, മെയിൻ കാര്യം അതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്ത് വരുമ്പോൾ അവസാനം നാളെ അവനാവും നമുക്ക്, അവനോർ അവരാവും നമുക്കത് പിന്നിന്ന് നൈഫ് കൊണ്ട് കുത്തുക. അപ്പോൾ നമുക്കത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രസ്റ്റ് പറയുമ്പോൾ ഈവൻ നമ്മളെ പാർട്ട്നേഴ്സ് മാത്രം അല്ലെങ്കിൽ പാർട്ട്നേഴ്സും പാരൻസിനോടും മാത്രം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. യു ടോൾഡ് യുവർ പേരൻസ് ഞാനിങ്ങനെ ഇത് തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? എന്തായിരുന്നു? അവരെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈവൻ മൈ ഫാദർ ആൻഡ് മൈ മദർ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള 2 പേരാണ്. ഈവൻ എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പം മാർക്ക് പറഞ്ഞാലാണെങ്കിൽ തന്നെ അവർ നമുക്ക് എല്ലാവർക്കും മാർക്ക് പറഞ്ഞാൽ അടി കിട്ടുന്ന മാതിരി തന്നെ കിട്ടും. എന്നിട്ട് അന്ന് രാത്രി തന്നെ വന്നിട്ട് പറയും, എല്ലാവരും പറയുന്ന പോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മോനെ, പഠിക്കൊണ്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയായിക്കോട്ടെ ഇപ്പം ആയിക്കോട്ടെ അവർ 2 പേരും ഇതേമാതിരി തന്നെ, ഇല്ല മാതാപിതാക്കളും ഇതേമാതിരി. പക്ഷേ ഞാൻ നിങ്ങളെ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവരിനോട് ഈ പഠിച്ച റിലേറ്റഡ് ആയിട്ട് തന്നെ ഞാൻ അത് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് തന്നെയാണ്, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഈ അതിനുള്ള എല്ലാ സപ്പോർട്ടും വീട്ടുകാരായ പേരൻസായ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ നോക്കാൻ തോന്നിയില്ല. ഇപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഇതേ അവസ്ഥ തന്നെയാണ്. അവരും പേരൻസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈവൻ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഓക്കെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഠിച്ചത് എന്തായിരുന്നു? BCA. അതുകൊണ്ടാണോ ആ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇത് തുടങ്ങിയത്? BCA തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഫ്ലട്ടർ പഠിച്ചത്. ഞാൻ ആപ്പ് ഡെവലപ്പർ ആയിരുന്നു, ഫ്ലട്ടർ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നമുക്ക് അവിടെ നിന്നാണ് ഒരു ഐഡിയ കിട്ടി, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇനി ഈവൻ ഫ്യൂച്ചറിൽ നമ്മൾ കുറേ പ്ലാൻസുകൾ വരുന്നുണ്ട്, നമുക്ക് വഴിയെ സംസാരിക്കാം. ഫ്യൂച്ചർ കുറേ പ്ലാൻസ് പറഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഏജിൽ തന്നെ, ചെറുപ്പം മുതലേ എന്നല്ല, ഒരു +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓരോന്ന് നോക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പാർട്ട്നേഴ്സ് പറയുമ്പോൾ നമ്മൾ കോളേജ് ഫ്രണ്ട്സാണ്. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നോക്കണം. ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ്, അല്ലെങ്കിൽ ഫുഡ്. അങ്ങനെ അവസാനം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ കോഡിടെക്സ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 1 കൊല്ലമായി, അത്യാവശ്യം കുറച്ച് ക്ലയൻസിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ആദ്യം മനസ്സിൽ വരുന്നത്? ബ്യൂട്ടിക്കോ. ഓക്കെ, അതിനെക്കുറിച്ച് കുറച്ച് പറയാൻ പറ്റുമോ? യെസ്, പറയാം. അത് നമ്മൾ പോളണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻസ് ആണ്. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നെയിൽ ബുക്കിംഗ്, ഹെയർ ഗ്രൂമിങ്, ജസ്റ്റ് പെറ്റ് ഗ്രൂമിങ്, ഈ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷനാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലയൻസ് ആണത്. അങ്ങനെ ഇഷ്ടപ്പെട്ട ക്ലയൻസ് നമുക്ക് എല്ലാ ക്ലയൻസും ഇഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ ഇപ്പോൾ ഈവൻ ആയിക്കോട്ടെ, ഇപ്പോൾ COP നമ്മളെ ഒരു ഫാഷൻ ആപ്പാണ്, അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലയൻസ് ആണ്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്ന വർക്കാണ്. അതുമാത്രമല്ല കേട്ടോ, ഫാസ്റ്റ് ബാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊരു ഫുഡ് ഡെലിവറി ആപ്പാണ്. വർക്ക് നമുക്ക് ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നമ്മൾ 1 ഇയർ ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒക്കെ ഓൺ ഗോയിങ് വർക്കുകളാണ്. ഇൻ മാർച്ച് ഓർ ഏപ്രിൽ ആകുമ്പോഴത്തേനും എല്ലാം ലൈവ് ആവും. നൈസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചർ റിലേറ്റഡ് കുറച്ച് പ്ലാനുകളുണ്ട്. അത് ഞങ്ങൾക്കൊരു ചെറിയ ഹിൻഡ് തരൂ, എന്താണ്? What should we expect from you and your brand in the coming years? കറൻറ്റ്ലി ഇപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് പാലക്കാട് ചെർപ്പളശ്ശേരിയാണ് ഓഫീസ് വരുന്നത്. നമ്മൾ ഏപ്രിൽ ഓൺവേർഡ്സിൽ നമ്മൾ പെരിന്തൽമണ്ണ ഒരു സംഭവം വരുന്നുണ്ട്. അത് വഴിയെ എല്ലാവർക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അറിയാൻ പറ്റും. നിങ്ങളുടെ ഹാൻഡിൽ ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതും പ്ലസ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ ഡിഗ്രി കഴിഞ്ഞോട്ടെ, +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരു എന്താ പറയുക, അവർക്ക് വേണ്ടി ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻലി ഒന്നുമില്ല, കറൻറ്റ്ലി ശരിക്കത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെ, അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ, എക്സാക്റ്റ് പറയുമ്പോൾ ഇപ്പോൾ കോഡിങ് എല്ലാവരും കൊടുക്കുന്നൊരു ഫീൽഡാണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെൻറ്റർഷിപ്പോട് കൂടി കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക.
Got it. അതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും അവർ സ്വന്തമായിട്ട് പഠിച്ച് ലേൺ ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്തും ഗൂഗിളും ChatGPT ഇപ്പോൾ DeepSeek പുതിയ AI വന്നിട്ടുണ്ട്. എല്ലാം AI ടെക്നോളജിയുടെ കാലം കൂടിയാണിത്. അപ്പോൾ അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ അവരൊരു ടീച്ചറിനോട് ചോദിക്കുന്നതിനെക്കാളും പകരം സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്യുമ്പോൾ അവർക്ക് അവർ എറർ വന്ന ഭാഗം കോഡിംഗ് ആണ് എറർ വന്ന ഭാഗം അവരത് സുഖമായിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രാവശ്യം അവർ എറർ വരുമ്പോൾ അവർക്ക് സുഖമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് മോർ സെൽഫ് ലേണിംഗ്, മോർ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയിൽ സ്റ്റുഡൻസിന് മെന്റർഷിപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഐ ആം ഷുവർ നിങ്ങൾക്ക് ഇൻ ഹൗസ് അതിനൊരു ടീമും കാര്യങ്ങളും ഉണ്ട്. കറന്റ് നമുക്ക് എല്ലാത്തിലും 3 or 4 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണ്. നൈസ്. സോ നിങ്ങളുടെ ടോട്ടൽ ടീം മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? നമുക്ക് 20 മെമ്പേഴ്സ് വരുന്നുണ്ട്. 20 മെമ്പേഴ്സ് ഉണ്ട്. നൈസ്. ദാറ്റ് ഈസ് എ പ്രിറ്റി ബിഗ് ടീം. ഒരു 1 ഇയറിൽ നോക്കുകയാണെങ്കിൽ അത് നമ്മളെ മെമ്പേഴ്സിന് പറയാനാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് അവിടെ ഒരു കമ്പനി എന്നുള്ള ലെവലിനെക്കാളും നല്ല ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നമ്മളെ കമ്പനി ഓടുന്നത്. അതാണ് നമുക്ക് ഏറ്റവും അത് നമ്മൾ അവർക്ക് എത്ര ഇത് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവർ 101% നമുക്ക് തിരിച്ചും തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടീം കൾച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, വിച്ച് ഇസ് ഹെൽത്തി. കാരണം ആ ഒരു ആത്മാർത്ഥത ഉണ്ടാവും. ഒരു ജോലിക്ക് വരുന്ന പോലെ ഒരു മടുപ്പ് അവർക്ക് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ട്രൂ, അത് ശരിയാണ്. പക്ഷേ അതുകൂടാണ്ട് ഒരു 20 മെമ്പർ ടീമിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന ചില ചാലഞ്ചസ് ഉണ്ട് ഇല്ലേ? അങ്ങനത്തെ ഒരു 2-3 നമ്മൾ കാണുന്നവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ പറയാൻ പറ്റുവാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. നമുക്കിപ്പോൾ ചാലഞ്ചസ് പറയുമ്പോൾ ഏത് കാര്യം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് പാർട്ടായിട്ട് 1 by 8 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് ചെയ്യണം. വെരി ഗുഡ്. പിന്നെ ഇപ്പോൾ ചാലഞ്ചസ് പറയുമ്പോൾ ഇപ്പോൾ ക്ലയൻസിന് കൊടുക്കേണ്ട വർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഡിലേ ആവാണ്ട്. അപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ അവരെ ചൂടാക്കിയിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമുക്ക് അതിനുള്ള അടുത്ത സൊല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് സോർട്ട് ചെയ്യാം. കാരണം ഈ ഒരു വേൾഡ് പറയുന്നത് ഫുള്ളി AI റിലേറ്റഡ് ആയിട്ടുള്ളതും ഫുൾ ഗൂഗിൾ എന്ത് സെർച്ച് ചെയ്താലും ഗൂഗിൾ വരുന്നൊരു സെർച്ച് എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതിന് പകരം ഇപ്പോൾ നമുക്ക് അവർക്ക് കഴിയാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അനദർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് അതിനായിട്ട് സോർട്ട് കാര്യങ്ങളും ചെയ്യും. എന്ത് ചാലഞ്ചസ് ആയിക്കോട്ടെ, എന്ത് ചാലഞ്ചസ് ഏറ്റെടുക്കുമ്പോഴാണല്ലോ അത് നമുക്ക് നെക്സ്റ്റ് പ്രാവശ്യം ഈസി ആക്കാൻ പറ്റുള്ളൂ. നൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്പനീനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം സംസാരിച്ചു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് യു നൗ. ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ ഫൗണ്ടേഴ്സിൻ്റെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ശരിയാവണം എന്നില്ല. എന്നും ചാലഞ്ചസാണ്. ഓരോ ദിവസവും ഒരു 10 പ്രോബ്ലം ഇന്ന് സോൾവ് ചെയ്താൽ നാളെ അടുത്ത 10 റെഡിയാണ്. അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ what do you do? How do you overcome those things? അത് നമ്മളിപ്പോൾ ഓവർകം ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിന്റെ കോപ്പിംഗ് മെക്കാനിസം എന്താണ്? എന്ത് ചോദിച്ചാൽ പാർട്ട്നേഴ്സിനെ വിളിക്കും, നമ്മളെ സ്ട്രെസ് ഷെയർ ചെയ്യും. ഈവൻ കമ്പനിയുടെ കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ഗെയിം കാര്യങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പുറത്ത് പോവുക, ഒരു ചായ കുടിക്കുക. നൈറ്റ് പോയി ചായ കുടിക്കുമ്പോഴത്തേനും അത് ഫ്രീ ആവും. കമ്പനിത്തെ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. നമ്മളെല്ലാം നൈറ്റ് മീറ്റിംഗ് ഇരിക്കും. നാളെ എന്ത് ചെയ്യണം, നാളത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കിങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവരെന്നെ പാർട്ട്നേഴ്സ് ഒപ്പം നിന്നിട്ട് പറയും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇതാവുന്നത്, സൊല്യൂഷൻ നാളേക്കുള്ളത് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ടെൻഷൻ അടി. അപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു മൈൻഡ് ഫ്രീ ആയി. എന്ത് കാര്യം നമ്മളിപ്പോൾ എല്ലാവരും ക്യാരക്ടർ സെയിം അല്ല. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാര്യം വേറെ ആളുടെ ഷെയർ ചെയ്യുകയാണ്, മീൻസ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ഫ്രീ നോ. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് നിങ്ങളുടെ ടീമിൻ്റെ ഉള്ളിൽ അല്ലേ? അതായത് കാരണം ഒരു കമ്പനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ എന്ത് വെച്ച് നടന്നിട്ടും കാര്യമില്ല, കമ്പനിയുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ. പക്ഷെ ഒരുപാട് ലീഡേഴ്സിനുള്ളൊരു പ്രശ്നം അത് അവരുടെ വിചാരിക്കുക എന്താ വെച്ചാൽ എല്ലാ സ്ട്രെസ്സും പ്രഷറും ഞാൻ സോൾവ് ചെയ്യും ഒറ്റയ്ക്ക്. ഒരു ഒരു ഈഗോ അവിടെ മിക്ക ആൾക്കാർക്കും വരും. ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നിങ്ങൾ മാം പറഞ്ഞ മാതിരി രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ എന്തിനു വേണ്ടി ഒരാൾ ഒറ്റയ്ക്കുള്ള കമ്പനി അല്ല. അതെ,
ടീമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി പറയുമ്പോൾ എല്ലാം ഷെയർ ചെയ്യണം. കമ്പനിത്തെ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യണം. ഈ എല്ലാം ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ അത് സൊല്യൂഷൻ കാണുള്ളൂ. അപ്പം അതൊരു അവർക്ക് സ്ട്രെസ്സോ പ്രഷറോ കൂട്ടുമോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ടോ, അതോ തൻ്റെ സ്ട്രെസ്സും പ്രഷറും ഒന്ന് ലൈറ്റ് ആക്കാറാണോ അത് ചെയ്യാറ്? അങ്ങനെ ആ ഒരു കാര്യം നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ സ്ട്രെസ് പറയുമ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇതേ ഈക്വൽ ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളും അവരുടെ നമ്മുടെ കമ്പനി പ്രശ്നങ്ങളും അവരുടെ കമ്പനി പ്രശ്നങ്ങളും ആയിട്ട് വരുമ്പോൾ നമുക്കത് കാരണം ഈക്വൽ ആയിട്ടാണ് നമ്മൾ വർക്ക് അവിടെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പം ഞാനായിക്കോട്ടെ അത് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ അവർ ചെയ്യുന്നതൊക്കെ ഈക്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും ഇന്ന് എൻ്റെ ഇതിൽ വർക്കുകൾ കൺവേർട്ട് ആയിട്ടില്ല, അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ പറയും അതിനെന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നാളെ നമുക്കത് കൺവേർട്ട് ആക്കാം, എവിടെയാണ് ഇഷ്യൂ എന്നുള്ളത് നോക്കുക, അത് സോർട്ട് ചെയ്യും. അങ്ങനെ എന്തിപ്പോൾ ടെൻഷൻ വരുന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാവുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക. അത് നടത്തി കഴിഞ്ഞാൽ ആ ടെൻഷൻ അവിടെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇവൻ എല്ലാവരും പ്രശ്നങ്ങളും എല്ലാവരും ഇന്ന് സോർട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യും. ഇൻട്രസ്റ്റിംഗ്. ഈ മിക്ക കാര്യങ്ങളും നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളാരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടാവില്ല. കുറേയൊക്കെ നമ്മൾ ചെയ്തും കണ്ടും പരിചയപ്പെട്ടും നമ്മളങ്ങ് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. വിച്ച് ഐ അഗ്രി. ഐ തിങ്ക് അതൊരു എസ്പെഷ്യലി ഒരു ടീം ഓഫ് 20യുടെ കൂടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത് അല്ലാണ്ട് കുറേ ലേണിങ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ. ഇനി ലെറ്റ്സ് സേ നിങ്ങളുടെ ഇൻസ്പിരേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വേറെ ഫൗണ്ടേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ? ഇൻസ്പിറേഷൻ ആരായിട്ടുള്ളത് ഇപ്പോൾ മൗസിയുടെ നമ്മളെ ഫൗണ്ടർ മൂപ്പര് അന്ന് നമ്മൾ സ്കെയിലപ്പ് പെരിന്തൽമണ്ണ മലപ്പുറം പെരിന്തൽമണ്ണ വെച്ചിട്ട് സ്കെയിലപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് അന്ന് അവിടുന്ന് ഒരു ഡയലോഗ് ഞാൻ ആ സ്കെയിലപ്പ് പരിപാടി ഒരുവിധം എല്ലാം ഇതേമാതിരി കോൺക്ലേവ് അറ്റൻഡ് ചെയ്യാൻ പോക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. മൂപ്പരോട് അന്ന് അവിടുത്തെ നാട്ടുകാരും എല്ലാവരും പറഞ്ഞു എൻ്റെ ഔലും വെള്ളം കൊണ്ട് ഈ എവിടെ എത്തും എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു ടൈം ഇന്നിപ്പോൾ ഏതാ ഡേറ്റ്, ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ തന്നെ മൂപ്പര് ഔലും വെള്ളമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഔലും വെള്ളം. കറക്റ്റാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലായിക്കോട്ടെ, അധികം ഖത്തർ ദുബായ് കൺട്രീസുകളായിക്കോട്ടെ, ഒരുപാട് കൺട്രീസിൽ മൂപ്പര് ഔലും വെള്ളം എത്തിയിട്ടുണ്ട്. അതേമാതിരി ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് എനിക്കും ആഗ്രഹിക്കുന്നത്. നൈസ്, ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി തുടങ്ങിയിട്ട് 1 year ആവുന്നു. ഇനി ഐ നോ ഇറ്റ്സ് സ്റ്റിൽ വേ ടു ഏർലി. കാരണം നമ്മൾ എന്ത് ഒരു ഫൗണ്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ മിനിമം ഒരു ഫ്യൂ ഇയേഴ്സ് എങ്കിലും എടുക്കും അവരൊന്ന് ടു ഗെറ്റ് ഇൻ ടു ദ ഗ്രൂവ്, ഒന്ന് സെറ്റിലായി വരാൻ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് ഫുള്ളി ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കാൻ. അപ്പം തന്നെ ഓൾറെഡി ഐ നോ ഇറ്റ്സ് ടു ഏർലി ഈ ചോദ്യം ചോദിക്കാൻ. പക്ഷേ ഐ ഓൾസോ ഫീൽ ഇറ്റ്സ് ഹൈ ടൈം. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വി നീഡ് ടു ഹാവ് എ ഫ്യൂച്ചർ പ്ലാൻസ് റെഡി. സോ യു നോ ദ ക്വസ്റ്റ്യൻ. നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കും എന്താണ് ഭാവി പരിപാടി. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഭാവി പരിപാടി? ബ്രാൻഡ് വെച്ച് ഭാവി പരിപാടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് നല്ല ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ എല്ലാ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഈവൻ ആരായിക്കോട്ടെ, പുതിയ ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ, പുതിയ ഓൺടർപ്രണർമാരായിക്കോട്ടെ, ഞങ്ങളിപ്പോൾ പറയുന്നതും നമ്മളിപ്പോൾ 1 year ആയിട്ട് നമ്മൾ അത്രയും സക്സസ് ആയിട്ടൊന്നുമില്ല, ബട്ട് ഞങ്ങളാവും. അത് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ പറയുമ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി എക്സ്പീരിയൻസ് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് നല്ലൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആക്കുക. ഇപ്പോൾ കറൻറ്റ്ലി എനിക്കൊരു കമ്പനി തുടങ്ങാൻ വേറൊരു ഇൻസ്പിറേഷൻ കൊണ്ട് ശരിക്കുണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നല്ല മടിയായിരുന്നു. നല്ല മടി പറഞ്ഞാൽ എൻ്റെ കയ്യും കാലൊക്കെ പെട്ടെന്ന് വരക്കും. കാരണം ഒന്നുമില്ല നമുക്കിപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ നടത്തുന്നത്, നമുക്ക് തന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടേനെ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ കുട്ടികളായിക്കോട്ടെ, അവർ വന്നൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുമ്പോൾ അവർക്ക് ക്രാക്ക് ചെയ്യാനുള്ള ആദ്യത്തെ ചോദ്യം പോലെ എന്താ നോക്കുള്ളൂ. മീൻസ് ഒരു CV വരുമ്പോൾ, ഒരു പുതിയ CV ഒരു IT കമ്പനിയിൽ വരുമ്പോൾ അവരാദ്യം നോക്കുക എത്ര ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കും. ആ ഇയർ ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവരുടെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ പുതിയൊരു ഫ്യൂച്ചർ പ്ലാനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നൈസ്. ഒരു ചെറിയ കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞത്, ഇതൊരു വാക്കുണ്ട്, ഈ എക്സ്പീരിയൻസ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്. അതായത്
നമ്മൾക്ക് എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യണം, ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. പക്ഷെ അവിടെ പോയി ആ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുക നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. അപ്പൊ ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. അപ്പൊ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനാണ് ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് സത്യം പറഞ്ഞാൽ. കറന്റ് ഇപ്പൊ നമുക്കറിയാം എന്താ എല്ലാ കോഡിങ് ലൈഫ് പറയുന്നത് അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത് നമ്മൾ അവരുടെ ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഈ ട്രെയിനിങ് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ IT കമ്പനി ഒന്നും കൂടി ഒരു 1000 സ്ക്വയർ ഫീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് അവിടെ വന്ന് ലൈവ് പ്രൊജക്റ്റിലും ലൈവ് ഡെവലപ്പേഴ്സിന്റെ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നൈസ്. അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും? സെലക്ഷൻ പ്രോസസ്സ് ഞങ്ങൾ നോക്കും. ജസ്റ്റ് ഇപ്പം നമുക്കറിയില്ല എത്രത്തോളം എത്രത്തോളം സ്റ്റുഡൻസ് എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല, എത്രത്തോളം ഡെവലപ്പേഴ്സ് ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ കറൻലി ഡെവലപ്പേഴ്സ് കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളും റെഡിയാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കൊരു വേണ്ട സ്റ്റുഡൻസ് നമ്മൾ കയ്യിലുള്ള ഒതുങ്ങണ ഡെവലപ്പേഴ്സ് മതി. ഒരു ചെറിയ ഗ്രൂപ്പ് വെച്ച് ആ ഒരു ഡെവലപ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അവർ അടിപൊളിയായിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞ സ്റ്റുഡൻസ് അല്ല, ഡെവലപ്പേഴ്സിനെ എടുക്കുന്നുണ്ട്. അവർക്കൊരു ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം കോഡ് ഡിറക്ഷന്. യെസ്, അത് അവർക്ക് ഇപ്പോഴും നമ്മൾ എല്ലാവരും ഡെവലപ്പേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ വഴിയെ ഞങ്ങളെ ഇപ്പൊ പറയണ്ട നമുക്ക്. അതെ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവർ ഫോളോ ചെയ്തിട്ട് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 2 ഫോളോവേഴ്സ് കൂടും. എനിവേസ്, ഓക്കെ, ഇതൊരു ചെറിയ ചിറ്റ് ചാറ്റ് കോൺവെർസേഷൻ ആയിരുന്നു. നമ്മൾ ഇനി ഒരുപാട് സംസാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്ന് ഈ ഒരു കോൺവെർസേഷൻ ചെയ്യുന്നതിന്റെ പിന്നിൽ എൻ്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഓൺടർപ്രിനേഴ്സും ഫൗണ്ടേഴ്സും സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ആണ് മിക്കവാറും കാണാറ്. പക്ഷെ നമ്മുടെ ഏജിലുള്ള, നമ്മുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ റിലേറ്റബിൾ എന്താണ്, നമ്മുടെ ഏജിൽ ആക്ച്വലി ഇത് ചെയ്യുന്ന ഒരാളെ ലൈവ് എക്സ്പീരിയൻസ് കേൾക്കുന്നതാണ്. ആൻഡ് ഐ തിങ്ക് യു ആർ ദി ആപ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പോൾ ഐ എം റിയലി ഹാപ്പി യു കെയിം ഹിയർ ടുഡേ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടായതിൽ ഐ എം റിയലി ഗ്ലാഡ്. എനിവേസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, പറയാൻ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷൂട്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവരും ഇപ്പോൾ പഠിച്ച് വലുതാവണേക്കാട്ടും നല്ലത് ഓരോരുത്തരും ഇപ്പോൾ ബിസിനസ്സൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം, എല്ലാവരും യൂട്യൂബ് പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ബിസിനസ്സാണ്, കോണ്ടന്റ് ക്രിയേഷൻ. അതേപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഈവൻ ഒരുപാട് സ്റ്റുഡൻസ് സ്വന്തമായിട്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് ഫ്രീലാൻസേഴ്സ് വർക്ക് എടുക്കുന്നുണ്ട്. കുറേ ഇപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് തുടങ്ങുക എന്നുള്ളതാണ്. എന്ത് കാര്യം ആയിക്കോട്ടെ, ഈവൻ ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ, ഈവൻ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ആയിക്കോട്ടെ, ക്ലോത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ തുടങ്ങാം. എന്നിട്ടാണ് സെക്കൻഡ് ഓപ്ഷനാണ് സക്സസ് ആവുമോ ഫെയിൽ ആവുമോ ഡ്രോപ്പ് ചെയ്യുമോ എന്നുള്ളത്. ഫെയിൽ ആവുകയാണെങ്കിൽ തന്നെ നമുക്കത് എടുക്കാം, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ചെയ്ത മാതിരി. ഫസ്റ്റ് എന്ത് കാര്യം തുടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ / ഓൺട്രപ്രന്യൂർ ഉണ്ട്, US ബേസ്ഡ് ആണ്. അവരുടെ പേര് കോഡി സാൻചേസ് എന്നാണ്. അവരുടെ മിക്ക വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിംഗ് ബിസിനസ്സസ്, അതായത് ഈ ലോണ്ട്രി ബിസിനസ്സസ് അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾ, ഇവരിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അവരിതിനെ റീവാമ്പ് ചെയ്ത് ഇതിനൊരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ടീമിനെ വെച്ച് ചെയ്യുക, റൈറ്റ്? അവരെപ്പോഴും പറയുന്ന, ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ നീ പറഞ്ഞ ഒരു സെയിം കാര്യമാണ് അവരെപ്പോഴും വീണ്ടും അവരുടെ വീഡിയോസിൽ റീറ്ററേറ്റ് ചെയ്ത് പറയുന്നത്. ആലോചിച്ച് വല്ലാണ്ട് സമയം കളയരുത്. നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ഓൺടർപ്രന്യൂറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പീഡാണ്. ഒരാൾ അവിടെ ആലോചിക്കുന്നുണ്ടാവും ഈ സെയിം ഐഡിയ, അപ്പോഴേക്കും നിങ്ങളിത് ആലോചിച്ച് ഒരു 2 പ്രാവശ്യം ചെയ്ത് 2-3 പ്രാവശ്യം തോറ്റ് എത്തിയിരിക്കണം ആ ഒരു പൊസിഷനിൽ. എന്ത് കാര്യം ആദ്യം തുടങ്ങുക എന്നുള്ളതാണ്. ആദ്യം തുടങ്ങാത്ത പക്ഷം നമ്മൾ ഈ ലാഗ് ആകുമെന്ന് തോറും അടുത്ത ഏതെങ്കിലും പേര് അത് വേറെ എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും.
ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തുടങ്ങുക, അതിന് ശേഷം ചെയ്യുക, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് നിർത്തണ വേണ്ടെന്നുള്ളത്. അതെ, അതും ഇമ്പോർട്ടൻ്റ് അല്ലേ അതെ, ശരിക്കും. തുടങ്ങിയാൽ മാത്രമല്ലേ നിർത്തേണ്ട ആവശ്യമുള്ളൂ. തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ബില് വെറുതെ ഇങ്ങനെ ആലോചിച്ചിട്ട് പക്ഷെ അവിടെ ഒരു എനിക്ക് ചോദ്യം ചോദിക്കാണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ സക്സസ്ഫുള്ളി ഇത് നടത്തൽ മാത്രമല്ല, അല്ലല്ലോ, അത് ഒരു ബിസിനസ് നടക്കുന്നില്ല, സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ എവിടെ വെച്ച് നിർത്തണം എന്ന് കൂടെ ഒരാൾക്ക് അറിയണം. ആ ബോധ്യമില്ലെങ്കിൽ അതെ അതെ നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് ഡൂംഡ്. അത് പിന്നെ സക്സസ്ഫുൾ ആക്കാൻ പറ്റിയില്ലെങ്കിൽ യു ഓൾസോ നീഡ് ടു നോ വെൻ എക്സാക്ട്ലി ടു ക്വിറ്റ്. അതൊരു കഴിവാണ്. ഏറ്റവും എല്ലാവരും ഇപ്പോൾ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട്, പാർട്ട്നേഴ്സിനെ വെച്ച് തുടങ്ങുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പാർട്ട്നേഴ്സായിട്ട് തുടങ്ങുകയാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. കാരണം സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ ഇവൻ തന്നെ എല്ലായിടത്തും ഓടിയെത്തണം. അതെ, പാർട്ട്നേഴ്സായിട്ട് തുടങ്ങുമ്പോൾ രണ്ടാളായിട്ട് ഓടാൻ പറ്റും. പെട്ടെന്ന് അത് അവിടെ ഇപ്പോൾ നമുക്ക് 2 മാസം കൊണ്ട് തീർക്കാനുള്ള കാര്യം 1 മാസം കൊണ്ട് അവിടെ തീർക്കാൻ പറ്റും. നമുക്കൊരു ടീമാണ് ആദ്യം മെയിനായിട്ട് വേണ്ടത് ഏത് കാര്യങ്ങൾക്കും. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി ആയിക്കോട്ടെ, ആരും ഒറ്റ കളിച്ച കളി നടക്കില്ലല്ലോ. ഒരു ടീമായിട്ട് മുമ്പോട്ട് പോകാൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അവർ സ്റ്റാർട്ട് ചെയ്തോട്ടെ. പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് അവിടെ എൻഡ് ചെയ്യാണ്. ക്ലോസിംഗ് റിമാർക്ക് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സംസാരിച്ചു, പക്ഷെ അത് നല്ലതാണ്, അതിന് ഒരു വിരോധവും ഇല്ല. But yes, it was lovely to meet you and I'm happy you spent some time നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് മേ ബി 1-2 കാര്യങ്ങളെങ്കിലും ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വി ആർ മോർ ദാൻ ഹാപ്പി. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഓൾറെഡി ഒരു ഐഡിയ ഉള്ള ഒരു കുട്ടി നാളെ ഐ ഡോണ്ട് നോ ഒരു ക്യാൻഡിൽ ബിസിനസ് തുടങ്ങുകയാണ്, ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ആൻഡ് ദെൻ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. താങ്ക് യു. ശരി.